നമസ്കാരം. ഞാൻ ഇന്നും ഒരു പുതിയ ചിത്രവുമായി വരികയാണ്. ചിത്രം മാത്രമേ മാറി മാറി വരുന്നുള്ളൂ. വരയ്ക്കുന്ന ശൈലിയൊക്കെ തന്നെ ഏകദേശം നിങ്ങൾക്ക് വരയ്ക്കാവുന്ന രീതിയിലുള്ള ലളിത മാർഗ്ഗങ്ങൾ തന്നെയാണ്. ഒരു വ്യത്യാസവുമില്ല. എന്നാൽ ഓരോ പ്രാവശ്യവും കുറച്ചുകൂടി നിങ്ങൾക്ക് എന്തെങ്കിലും വ്യത്യാസപ്പെടുത്തി കുറച്ചുകൂടി ലളിതമാക്കി കൊണ്ടുവരാൻ ശ്രമിക്കുന്നുമുണ്ട്. എനിക്ക് ഈ ചിത്രരചന കാണുന്ന നിങ്ങളോട് ഓരോരുത്തരോടും പറയാനുള്ളത്, നിങ്ങൾ ഈ പേപ്പറിലേക്ക് നോക്കിക്കൊണ്ട് ഞാനിതിൽ എങ്ങനെയാണ് പെൻസിൽ ചലിപ്പിക്കുന്നത് എന്ന് ശ്രദ്ധിച്ചുകൊണ്ടാണ് ഇരിക്കേണ്ടത്. ഇവിടെ അതിലിപ്പുറത്തേക്ക് ഓരോ വരയെയും കുറിച്ച് പറയുന്നതിന് വലിയ പ്രാധാന്യമുള്ള കാര്യമേ അല്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും ലളിതമായ ചിത്രകലാ രീതി നിങ്ങൾക്ക് കാണിച്ചു തന്നുകൊണ്ട്, അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കാഴ്ചപ്പാടുകളിൽ ഉണ്ടാക്കേണ്ട മാറ്റവും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും അനുഭവിക്കുന്ന സ്ട്രെസ്സുമൊക്കെ കുറയ്ക്കാനുള്ള മാർഗങ്ങൾ, ദീർഘകാലം ഈ മേഖലയിൽ നിലനിന്ന ഒരാളെന്ന രീതിയിൽ നമ്മുടെ ചെറിയ അറിവുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നെങ്കിൽ ആവട്ടെ എന്ന് കരുതി അതുകൂടി കൂടെ പറയുകയാണ്. ഇത് പലർക്കും പ്രയോജനമാകുന്നുണ്ടോ എന്ന് എനിക്കറിയാം. ഒരുപാട് കോളുകൾ വരുന്നുണ്ട്. അതുകൊണ്ട് ചിത്രം മാത്രം കാണേണ്ടവർ എന്നെ മ്യൂട്ട് ചെയ്ത് കാണുകയോ അല്ലെങ്കിൽ സ്വരം കേട്ടുകൊണ്ട് തന്നെ ചിത്രത്തിൽ ശ്രദ്ധിക്കുകയോ ചെയ്യുക. അതല്ല, രണ്ടും ആവശ്യമുണ്ടെങ്കിൽ അത് അവർക്കുമാവും. അതുകൊണ്ടാണ് ഒരു പ്ലാറ്റ്ഫോമിൽ ഞാൻ രണ്ടിനും യാതൊരു വിധത്തിലുള്ള അലോസരങ്ങളുമില്ലാതെ പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് ഞാൻ ഈ വരയ്ക്കുന്ന ലളിതമായ രീതി കണ്ടാൽ തന്നെ മനസ്സിലാവും. ചിലപ്പോഴൊക്കെ നമ്മൾ മനസ്സിൽ കരുതും ഈ ചിത്രകല എന്ന് പറയുന്നത് ഒരു കീറാമുട്ടിയാണ്, നമുക്ക് വരയ്ക്കാൻ വലിയ പാടാണെന്നൊക്കെ. ഒന്നുമില്ലെന്നേ. നമ്മളിത് വരയ്ക്കുന്നതിൻ്റെ ഒരു ശൈലിയുണ്ട്. ഓരോ ആൾക്കാരും അവരവരുടെ ചില ജോലികൾ ചെയ്യുന്നതിനൊരു ശൈലിയിൽ, ആ ശൈലി ഒന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് വേഗമാണ് എന്ന് പറയും പോലെ നിങ്ങൾ ഈ ശൈലിയെ ഒന്ന് അറിയുക. ഇതിനൊരു ഗുണമെന്ന് പറഞ്ഞാൽ, നമ്മൾ ഏതെങ്കിലും ഒരു ഫൈൻ ആർട്സ് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ, അക്കാഡമിയിൽ പോകുമ്പോൾ ഞങ്ങൾക്ക് ആർക്കും തന്നെ ഗുരുനാഥന്മാർ ഇത്ര അടുത്തിരുന്ന് ഇതുപോലെ പറഞ്ഞു തരാറേയില്ല. കാരണം അത് വളരെ കാലം നീണ്ടു നിൽക്കുന്നൊരു കോഴ്സാണ്. അവർ വരച്ച് കാണിക്കും, ചില ടെക്നിക്സ് പറയും, ബാക്കിയൊക്കെ പ്രാക്ടീസിലൂടെ ഓരോ ചിത്രകലാ വിദ്യാർത്ഥിയും അവൻ്റെ നിരന്തരമായ പ്രാക്ടീസിലൂടെയാണ് വരച്ച് തെളിയേണ്ടത്. അക്കാഡമിയിൽ നിന്ന് പഠിച്ച് പുറത്തിറങ്ങിയാൽ പോലും അയാളൊരു നല്ല ചിത്രകാരനാകണമെങ്കിൽ മറ്റ് പല ഇടങ്ങളിൽ ജോലി ചെയ്തുകൊണ്ടാണ് കൈ തെളിയേണ്ടതെന്ന് പറയും. നമ്മളൊക്കെ പഠിച്ചിറങ്ങിയതിനു ശേഷം ഒരുപാട് വർഷങ്ങൾ, 20-25 വർഷത്തിന് മുകളിലായി ഈ ഫീൽഡിൽ നിലനിൽക്കുന്നത് കൊണ്ട് ഈ കാലയളവിൽ നമുക്ക് കിട്ടിയ അറിവുകളെ കൂടെ ചേർത്തിട്ടാണ് ഇവിടെ ഓരോ ക്ലാസ്സും തരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്ര കാലം ഒരാൾ ഇതിനു വേണ്ടി പ്രയത്നിച്ച എല്ലാ മാർഗവും നിങ്ങളുടെ മുൻപിലേക്ക് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ എത്തുകയാണ്. അത് നിങ്ങൾ അറിഞ്ഞാൽ മതി. അങ്ങനെ നമുക്ക് ചിത്രകലയിലൂടെ ഒരു യാത്ര പോവാം. ഞാനിവിടെ യൂട്യൂബിലൂടെ ചിത്രകല അവതരിപ്പിക്കുന്നതിന് മറ്റൊരു കാര്യമുണ്ട്. പല വിധത്തിലുള്ള ഒറ്റപ്പെടലുകൾ, മറ്റ് മാനസികമായ ദുഃഖങ്ങൾ, സംഘർഷങ്ങൾ, ഭയം തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളുമായിട്ട് കൗൺസിലിങ്ങിന് പോകുന്ന, അല്ലെങ്കിൽ ഒരു മുറിയിൽ അടച്ചിരുന്ന് വല്ലാതെ വേവുന്ന മനസ്സുമായി കടന്നു പോകുന്ന ഒരുപാട് പേരുണ്ട്. നമ്മൾ പലപ്പോഴും അവരുടെ വ്യഥകളെക്കുറിച്ച് ചോദിച്ചറിയാറുണ്ട്, അവർ പങ്കുവെക്കാറുണ്ട്. അതിനെയൊക്കെ NLPയുടെ ടെക്നിക്കിലൂടെയും മറ്റു പല മൈൻഡ് റിലാക്സേഷൻ പ്രോഗ്രാമിലൂടെയും നമുക്ക് മാറ്റാനാവും. നമ്മൾ ആദ്യം അറിയേണ്ടത് നമ്മുടെ ചിന്തയാണ്. ചിന്തകളെ നിയന്ത്രിക്കാനായാൽ നമ്മുടെ ജീവിതത്തിൻ്റെ 90% പ്രശ്നങ്ങളും ഇല്ലാതെയാവും. നമ്മൾ കേട്ടിട്ടുണ്ട് അന്ധക്കരണം, മനസ്സ്, ചിത്തം, ബുദ്ധി, അഹങ്കാരം എന്നീ സൂക്ഷ്മ ഇന്ദ്രിയങ്ങൾ നമ്മളെ ഭരിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് പല വിധത്തിലുള്ള ചിന്തകളിൽ പെട്ടുഴറാറുണ്ട്. 60% അസുഖങ്ങളും, രോഗമല്ല അസുഖവും, മനോജന്യമാണെന്ന് പറയും. പലതിനെയും സൃഷ്ടിച്ചെടുക്കുന്നത് മനസ്സാണ്. നമ്മൾ ആ മനസ്സിൻ്റെ അടിമയായി കഴിയുമ്പോഴാണ് നമുക്ക് പുറത്തോട്ട് വരാനാവാത്തത്.
ആ മനസ്സിനെ ജയിച്ചവരെയൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട്, അവർ ലോകം ജയിച്ചവരാണ്. ഇതേ മനസ്സിനെയാണ് നമ്മളും കൊണ്ടു നടക്കുന്നത്. നമുക്ക് ഈ മനസ്സിനെ ജയിക്കാനാവണം. നമ്മൾ പലപ്പോഴും നമ്മുടെ കഴിവുകളെ മറ്റുള്ളവരുടെ മുമ്പിൽ അടിയറ വെക്കും. നമ്മൾ പറയേണ്ട പല കാര്യങ്ങളും മറ്റുള്ളവരെ ഏൽപ്പിച്ചു വിടും. നമ്മൾ ചെയ്യേണ്ട പല കർമ്മങ്ങളും മറ്റുള്ളവരോട് ചെയ്തു കൊള്ളാൻ പറയും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ട പല കാര്യങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായം പറയാൻ നമ്മൾ മറ്റുള്ളവരെ ഏൽപ്പിക്കുകയും ചെയ്യും. ഇങ്ങനെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ട പല കാര്യങ്ങളുടെ ഉത്തരവാദിത്വം മറ്റു പലർക്കും ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴാണ് നമുക്ക് വ്യക്തിത്വം നഷ്ടപ്പെടുന്നത്. അവർ നമ്മുടെ മുകളിൽ പല അഭിപ്രായങ്ങളും അടിച്ചേൽപ്പിച്ചു കൊണ്ടുവരുന്നത്. ഈ അടുത്ത കാലത്ത് എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു ഹെഡ് മിസ്സസ് റിട്ടയറാണ്. പുള്ളിക്കാരി ഒരു നല്ല പ്രഭാഷണത്തിന് പോവുകയാണ്. അതിന് അവരൊരു നല്ല പേര് വിട്ടു, നല്ലൊരു ടൈറ്റിൽ. ഓൺലൈനിലാണ്. എന്നോട് പറഞ്ഞു, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കുറച്ചക്ഷരങ്ങളുള്ള മനോഹരമായൊരു പേര്. ഇതിനുശേഷം അവർ അതേ ഗ്രൂപ്പിലുള്ള അവരൊക്കെ ബഹുമാനിക്കുന്ന ഒരു മാഷിനോട് ഞാനിങ്ങനെ ഒരു പേരിട്ട് എന്താണ് സാറിൻ്റെ അഭിപ്രായമെന്ന് ചോദിച്ചു. അദ്ദേഹം പിറ്റേന്നൊരു അപ്പോൾ തന്നെ ഒരു 4-5 പേരെഴുതി അയച്ചു. അത് മാത്രം പോരാ, അതിൻ്റെ അപ്പുറത്തും ഇപ്പുറം ഇതൊക്കെ ചേർത്തുള്ളൂ എന്ന് പറഞ്ഞ് വാരി വലിച്ചൊരു പേരിട്ട് കൊടുത്തു. ഇവർക്ക് അനുസരിക്കാതിരിക്കാനും ചോദിച്ചു പോയി. ആ മനോഹരമായ പേര് അദ്ദേഹത്തിൻ്റെ രീതിയിൽ കൊണ്ടുവന്ന് അത് അവതരിപ്പിച്ചുകൊള്ളാൻ പറഞ്ഞിട്ട് എന്നോട് വളരെ ദുഃഖത്തോട് പറഞ്ഞു, മാഷി ഒരു പറ്റി എന്ന് പറഞ്ഞു. ഞാൻ ആ ടീച്ചറോട് പറഞ്ഞത്, ഇതാണ് നമ്മുടെ പ്രശ്നം. നമ്മൾ ആസ്വദിക്കുന്നത്, നമുക്ക് ഇഷ്ടപ്പെട്ടത്, നമുക്ക് നല്ലതെന്ന് തോന്നുന്നത് മറ്റൊരാളുടെ മുമ്പിൽ കൊണ്ട് വെച്ച് കൊടുത്തിട്ട് അതിൽ നിങ്ങൾ പ്രവർത്തിക്കൂ എന്ന് പറഞ്ഞാൽ അവർക്ക് നിങ്ങളൊരു വലിയ വേദി ഒരുക്കി കൊടുക്കുകയാണ്. അവിടെ ഒരു ഡാൻസ് കളിക്കും, തുള്ളിച്ചാടും, തലകുത്തി മറിയും. എന്നിട്ട് നമ്മൾ പരിതപിക്കും, എൻ്റെ ഇടങ്ങൾ നഷ്ടപ്പെട്ടു പോയി എന്നുള്ളത്. ഇതുപോലെയാണ് ഞാൻ ഉദാഹരണം പറഞ്ഞത്. സത്യസന്ധമായിട്ട് ഞാൻ അറിഞ്ഞ അല്ലെങ്കിൽ എൻ്റെ മുന്നിലേക്ക് വന്നൊരു കാര്യമാണ്. നമ്മൾ നമ്മുടെ കാര്യങ്ങൾ തീരുമാനിക്കാനും നമ്മുടെ കാര്യങ്ങൾ പറയാനും നമ്മളുടെ കാര്യങ്ങൾ ചെയ്യാനും നമ്മൾക്കാണ് ആവേണ്ടത്. മറ്റൊരാളെ ഏൽപ്പിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും വലിയ ബലഹീനത എന്ന് പറയുന്നത്. അത് ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്യുമ്പോഴാണ് അവർ നമ്മുടെ മുകളിൽ ആധിപത്യം സ്ഥാപിക്കുകയും പിന്നീട് ചില ആജ്ഞകളൊക്കെ നമ്മളോട് പുറപ്പെടുവിക്കും. അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയും. അങ്ങനെ നമ്മുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ മുകളിൽ പോലും പലരും കയറി കൂട് വെച്ച് അടയിരുന്ന് മുട്ടയിട്ട് വിരിയിച്ച് ഇങ്ങനെ അടവെച്ച് വിരിയിച്ച് കൊണ്ടുപോകും. അവിടെ നമ്മളില്ലാതെയാവും എന്ന് പറഞ്ഞതുപോലെയാണ് പലപ്പോഴും നമ്മുടെ അവസ്ഥകൾ. അതുകൊണ്ട് ഈ ജീവിതത്തിൽ നമുക്ക് ആസ്വദിക്കാനാവാവുന്ന കാര്യങ്ങളെയൊക്കെ എപ്പോഴും ശ്രദ്ധിക്കുക. പരദ്രോഹമില്ലാതെ നമുക്ക് തന്നെ ആസ്വദിക്കാനാവണം. ഒറ്റയ്ക്ക് മാത്രമാണുള്ളതെങ്കിൽ ആ ഒറ്റപ്പെട്ട നിമിഷങ്ങളെ ആസ്വദിക്കാനാവണം. നമ്മൾ മറ്റു പലരിലും തേടുന്ന സാന്ത്വനവും കൂട്ടും ഒക്കെ നാളെ ഇല്ലാതാവും. എന്നാൽ നമ്മളിൽ നമ്മളെന്നും നിലനിൽക്കുന്നുണ്ട് എന്നറിഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തിന് നമ്മൾ തന്നെയാണ് അനുഭവിക്കേണ്ടതെന്നും അറിയിക്കേണ്ടതെന്നും ഉള്ളിൽ അറിയേണ്ടതെന്നുമുള്ള തത്വം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളിത് ഇങ്ങനെ മനോഹരമായ വരകളിലൂടെ കടന്നു പോയിക്കൊണ്ട് നമ്മൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ചിത്രം നമ്മൾ രചിക്കുകയാണ്. നിങ്ങൾക്ക് ചിത്രകല ഓൺലൈനായി പഠിക്കണമെങ്കിൽ കഴിഞ്ഞ 4 വർഷം കൊറോണ കാലം തുടങ്ങി ഞാൻ എൻ്റെ ചിത്രകലാ ക്ലാസ്സുകളെല്ലാം ഓൺലൈനിലേക്ക് മാറ്റി. ഇപ്പോൾ സ്വദേശത്തും വിദേശത്തുമായി 100 കണക്കിന് കുട്ടികൾ പഠിച്ചിറങ്ങി ഇപ്പോഴും ക്ലാസ്സിലുണ്ട്. പല പ്രായത്തിലുള്ളവർ, പല ദേശത്തുള്ളവർ, പല ടൈം സോണുകളിലുള്ളവർ, അവരൊക്കെ തന്നെ നമ്മുടെ സ്റ്റുഡൻസാണ്. നമ്മുടെ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് പോലും കൂടെ നിന്നിട്ടാണ്. എല്ലാ ക്ലാസ്സും ലൈവാണ്. നമ്മൾ കൂടെ ഇരിക്കും. വരച്ച് തെറ്റിയാൽ വീണ്ടും പറഞ്ഞു കൊടുക്കും. ഞാനെപ്പോഴും പറയുന്നത്, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ അതിൻ്റെ ആദ്യത്തെ ഉത്തരവാദി ഞാൻ തന്നെയാണ്. ഞാൻ വീണ്ടും ശരിയാകേണ്ടിയിരിക്കുന്നു. ഇങ്ങനെയാണ് എൻ്റെ ക്ലാസ്സുകൾ. അതല്ലാതെ നിങ്ങൾ എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല എന്ന് ചോദിക്കേണ്ടത്
അത് എൻ്റെ കാര്യമല്ല, നിങ്ങൾ ശരിയാക്കണം, ഞാൻ ഇവിടെ എന്നെയും ശരിയാക്കണം. അപ്പോൾ എൻ്റെ അധികാര പരിധിയിൽപ്പെട്ട കാര്യങ്ങളിൽ ഏറ്റവും നന്നായിട്ട് ഞാൻ ചെയ്തുകൊണ്ട്, എനിക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ഏറ്റവും മനോഹരമായിട്ട് പറഞ്ഞു തന്നുകൊണ്ട്, അറിയിച്ചുകൊണ്ട് ഞാൻ ക്ലാസ് എടുക്കാറുണ്ട്. അങ്ങനെ തന്നെയാണ് നമ്മുടെ ക്ലാസ്സുകൾ മുൻപോട്ട് പോകുന്നത്. ഈ വരയ്ക്കുന്ന വരകളും ഈ ചിത്രവും ഈ ചിന്തയുമൊക്കെ ഏറ്റവും ലളിതമായിട്ട് ഇവിടെ അവതരിപ്പിക്കുന്നത് ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്ന് തന്നെയാണ്. കാരണം അതിൽ ഈശ്വരൻ്റെ ഒരു കയ്യൊപ്പ് ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ദുഃഖങ്ങളുള്ളവർ അതിൽ മുഴുകി മറ്റു പലതിലേക്കും വഴിതിരിഞ്ഞു പോവാതെ നമ്മുടെ മനസ്സിനെ നേരെയാക്കി, അതിനനേകം മാർഗങ്ങളുണ്ട്. പണ്ട് ഇതുപോലുള്ള ധാരാളം കൗൺസിലിംഗ് സെറ്റൊന്നും ഉണ്ടായിരുന്നില്ല, നമുക്കറിയാം. പക്ഷെ അന്ന് മതിൽക്കെട്ടുകളും വേലികളും ഒന്നും ഇല്ലായിരുന്നു, അതിരുകളും ഇല്ലായിരുന്നു. ഓരോ വീടുകളിലും ധാരാളം പേരുണ്ടായിരുന്നു, മുത്തശ്ശനും മുത്തശ്ശിയും അച്ഛനും അമ്മയും അമ്മാവനും ഒക്കെ ആയിട്ട്, നാത്തൂമാരും ഒക്കെ ആയിട്ട്. ഇന്ന് അങ്ങനെയല്ല, അണ്ണു കുടുംബത്തിലേക്ക് മാറി. പല വീടുകളിലും അച്ഛനും അമ്മയും ഒരു മകനും ഒരു മകളും ഒക്കെയായി മാറി. പലർക്കും അവരുടെ മാനസിക വ്യഥകളെ ഒന്ന് തുറന്നു പറയാൻ ഇടങ്ങളില്ലാതെയായി. അയൽപക്ക ബന്ധങ്ങളൊക്കെ വളരെയധികം കുറഞ്ഞു. നമ്മുടെ പല ഇഷ്ടങ്ങളും നമ്മൾ അറിയിക്കുന്നത് തലച്ചോറില്ലാത്ത, അല്ല ഹൃദയമില്ലാത്ത ഡിവൈസിനോടാണ്. അതിന് തലച്ചോറ് പോലെ പ്രവർത്തിക്കുന്നൊന്ന് മാത്രം, അതിന് ഹൃദയമില്ല, അതിന് സ്പന്ദനങ്ങളുമില്ലല്ലോ. പക്ഷെ ഹൃദ്യമായ മറുപടി ഇത് പറയാനും ചേർന്നിരിക്കാനും ചേർത്തണയ്ക്കാനും ഒക്കെയുള്ള ജീവൽ സ്പന്ദനങ്ങൾ നമുക്ക് വളരെയധികം കുറഞ്ഞപ്പോൾ നമ്മളിലുള്ള ആന്തരിക പിരിമുറുക്കങ്ങൾ കൂടി. പിരിമുറുകിപ്പോയാൽ നമുക്കറിയാം, പിന്നെ പിരി വെട്ടിപ്പോവും, അല്ലേ? പിന്നീട് തയ്ക്കാൻ നോക്കുമ്പോൾ ചിലപ്പോൾ ലൂസായി പോവും. അങ്ങനെ ആന്തരിക സമ്മർദ്ദം നമ്മളെ പല പല കൈവഴികളിലൂടെ കൊണ്ടുപോയി നമ്മുടെ ജീവിതത്തെ തന്നെ ഇല്ലാതാക്കുന്ന നിമിഷങ്ങളാണ് മനസ്സിനെ കണ്ടെത്താനും മനസ്സിനെ പരുവപ്പെടുത്താനും മനസ്സിനൊപ്പം നിന്ന് സാന്ത്വനിപ്പിക്കാനുമുള്ള ഒരുപാട് ഇടങ്ങളിലൊക്കെ നമ്മൾ ഒരുക്കുന്നത്. ഇന്നത്തെ ചിത്രകല നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. നിങ്ങൾ ഈ വരകളിലൂടെ കടന്നുപോയിക്കൊണ്ട് നിങ്ങളുടെ താല്പര്യങ്ങളെ പൂർണ്ണമാക്കിക്കൊണ്ട് നല്ല ചിത്രം രചിച്ചുകൊണ്ട് കാത്തിരിക്കുക. അടുത്ത ഒരു ചിത്രവും ഞാൻ ഉടനെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഏറ്റവും ലളിതമായ മറ്റ് ചില ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമുക്ക് ഓരോ ദിവസവും ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് നിങ്ങളിലേക്ക് ചിത്രങ്ങൾ എത്തിച്ചുകൊണ്ട് നിങ്ങളുടെ ചെറിയ ചെറിയ താല്പര്യങ്ങളെപ്പോലും മനസ്സിലാക്കി അതിൻ്റെ കൂടെ നിന്നുകൊണ്ട് നമുക്ക് ഒരേ മനസ്സായി ഒരേ മിടിപ്പായിട്ട് മുന്നോട്ട് പോകാനാവട്ടെ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇത്രയും നേരം എന്നെ കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള ഇഷ്ടമറിയിക്കുന്നു. അങ്ങനെ നമുക്ക് എല്ലാ ചിത്രങ്ങളും വരച്ച് തെളിയാനാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ചിത്രം തീരുന്നത് നിങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കുന്നു, അല്ലേ? എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ഒരുപാട് 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 ഇഷ്ടം.